ഹലോ ഡിയേഴ്സ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് LPG ആണ്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഓക്കെ, ഇത് FIUGPയിലെ സെക്കൻഡ് സെമസ്റ്റർ BBAയിലെ ബിസിനസ് എക്കണോമിക്സിലെ 4th മൊഡ്യൂളാണ്. ബിസിനസ് ഇൻ ഫാക്ടർ മാർക്കറ്റ്, അതിലെ ഒരു പോർഷനാണ് LPG. ഓക്കെ, നമുക്കറിയാം 1991 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിഫോംസ് മാറ്റം വന്നത്. അതാണ് LPG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതായത് ഇന്ത്യൻ ഇക്കോണമി ഭയങ്കര ക്രൈസിസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പുതിയൊരു സൊല്യൂഷനായിട്ട് വരുന്ന ആ ഒരു എക്കണോമിക് റിഫോംസ്, അതായത് പൊതുവായിട്ട് അതിനെ നമ്മൾ അറിയപ്പെടുന്നത് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം SAP എന്നാണ്. ആ ഒരു റിഫോംസിലൂടെ ഇക്കണോമി ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു മാറ്റത്തിലേക്ക്, ഒരു ട്രാൻസ്ഫോർമേഷനിലോട്ട് തന്നെ മാറും എന്നുള്ള പ്രതീക്ഷയോട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ ഒരു ന്യൂ എക്കണോമിക് പോളിസി ആണെന്തെന്ന് പറയുന്നത് LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഓക്കെ, ഇതൊക്കെ നമുക്ക് 8ാം ക്ലാസ് മുതലേ നമ്മൾ പഠിച്ച് വരുന്ന സംഭവങ്ങളാണ് അല്ലേ. ലിബറലൈസേഷൻ എന്താണ്, പ്രൈവറ്റൈസേഷൻ എന്താണ്, ഗ്ലോബലൈസേഷൻ എന്താണ് എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയാൽ മതി കേട്ടോ. അപ്പോൾ ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് ദി ഇക്കോണമി ലെസ് കൺട്രോൾഡ് ബൈ ദ ഗവൺമെൻറ് അല്ലേ. അതായത് 1990 വരെ ഹെവി കൺട്രോളായിരുന്നു ഗവൺമെൻറ്റിന് എല്ലാ കാര്യങ്ങളും, എല്ലാ ട്രേഡിലും എല്ലാ കാര്യങ്ങളിലും ഹെവി കൺട്രോളായിരുന്നു. ലിബറലൈസേഷൻ എന്നുള്ള ടേം വന്നതോട് കൂടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ ഒന്ന് കുറച്ചു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരുപാട് റിഫോംസുകൾ, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഫൈനാൻഷ്യൽ സെക്ടറിൽ മാറി, ബാങ്കിങ് സെക്ടറിൽ അല്ലേ, ഇൻട്രസ്റ്റ് റേറ്റിനും അതെടുക്കാനുള്ള ഒരു ഫോർമാലിറ്റീസും കാര്യങ്ങളും അതിനൊക്കെ മാറ്റം വന്നു. ഫൈനാൻഷ്യൽ സെക്ടറിൽ റിഫോംസ് ഉണ്ടായി. ഇൻഡസ്ട്രിയൽ സെക്ടറിൽ അല്ലേ റെഗുലേഷൻസ് സിംപ്ലിഫൈ ചെയ്തു. എല്ലാത്തിനും ലൈസൻസിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഭയങ്കര ഫോർമാലിറ്റീസ് ആയിരുന്നു, അതൊക്കെ റെഡ്യൂസ് ചെയ്തു. ഇതിന് എക്സ്റ്റേണൽ സെക്ടർ റിഫോംസ്, ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷന് വരാൻ തുടങ്ങി. റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, അതിന് റിലാക്സേഷൻ കിട്ടി. അതിന് ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസുകൾ അല്ലേ, അതിന് മാറ്റങ്ങൾ വന്നു. ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റിഫോംസ്. ഓക്കെ, അതായത് ഇത്രയും അധികം മാറ്റങ്ങൾ ലിബറലൈസേഷൻ കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ലിബറലൈസേഷൻ പോളിസിയുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും സെയിം ഈ സംഭവങ്ങളൊക്കെ തന്നെയാണ്. ടു ഇൻക്രീസ് കോമ്പറ്റീഷൻ എമംഗ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിൻ്റെ ഇടയിൽ കോമ്പറ്റീഷൻ ഉണ്ടാക്കുക. അപ്പോൾ ഗവൺമെൻറ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഓൺ ചെയ്യുന്നതെങ്കിൽ കുറച്ച് കമ്പനികളെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ കോമ്പറ്റീഷനൊന്നും അങ്ങനെ ഉണ്ടാവില്ല. ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടാക്കുക. ദെൻ ടു എൻകറേജ് ഫോറിൻ ട്രേഡ് വിത്ത് അതർ കൺട്രീസ് വിത്ത് റെഗുലേറ്റഡ് ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്സ് അല്ലേ. ഇമ്പോർട്ടിലൂടെയും എക്സ്പോർട്ടിലൂടെയും മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് എന്ത് ചെയ്യുക, ഫോറിൻ ട്രേഡ് നടത്തുക. പിന്നെ എൻഹാൻസ്മെൻറ്റ് ഓഫ് ഫോറിൻ ക്യാപിറ്റൽ ആൻഡ് ടെക്നോളജി, ഫോറിൻ ടെക്നോളജിയൊക്കെ എൻഹാൻസ് ചെയ്യുക. ഗ്ലോബൽ മാർക്കറ്റ് ഫ്രോണ്ടിയേഴ്സ്, കൺട്രിയുടെ അതിരുകൾ ഉണ്ടായിരുന്നു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ, അത് എക്സ്പാൻഡ് ചെയ്യുക. ടു ഡിമിനിഷ് ദ ഡെപ്റ്റ് ബേർഡൻ ഓഫ് ദ കൺട്രിയുടെ ഡെപ്റ്റ് ബേർഡൻ ഡിമിനിഷ് ചെയ്യുക. ഇത്രയാണ് ലിബറലൈസേഷനെ കൊണ്ട്. ഉദാരവൽക്കരണം എന്നാണ് എനിക്ക് പറയുക. അതായത് കൺട്രോൾ കുറയ്ക്കുക, ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ കുറക്കുക. ഇനി പ്രൈവറ്റൈസേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പബ്ലിക്കിൻ്റെ കൺട്രോളിലായിരുന്ന കുറേ കാര്യങ്ങളിലൊക്കെ പ്രൈവറ്റ് സെക്ടറിലേക്കും എന്ത് ചെയ്യുക, കൺട്രോൾ കൊടുക്കുക അല്ലേ. പ്രൈവറ്റ് സെക്ടർ അത് ഓൺ ചെയ്യാനും അവരിലേക്കത് കൈമാറ്റം ചെയ്യപ്പെടുക, പ്രൈവറ്റൈസ് ചെയ്യുക. ഗവൺമെൻറ് കമ്പനീസ് വിൽക്കുക, കോമ്പറ്റീഷൻ എൻകറേജ് ചെയ്യുക, മാനേജ്മെൻറ്റ് ബെറ്റർ ആക്കുക. ഇത്രയാണ് അവിടെ ആ ഒരു ഭാഗത്ത് പറയുന്നത്. ദെൻ ഒന്നാമത് ഗവൺമെൻറ്റിൻ്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, പിന്നെ പബ്ലിക് സെക്ടർ കമ്പനീസിൻ്റെ വർക്ക് ലോഡ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, പിന്നെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ഫണ്ട് റൈസ് ചെയ്യുന്നതിനും, പിന്നെ ഗവൺമെൻറ് ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നതിനും, പിന്നെ ബെറ്റർ ഗുഡ്സ് ആൻഡ് സർവീസ് കൺസ്യൂമറിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും, ഹെൽത്തി കോമ്പറ്റീഷൻ സൊസൈറ്റിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് FDIs എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രൈവറ്റൈസേഷൻ. പിന്നെ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആഗോളവൽക്കരണം അല്ലേ. അതായത് ക്ലോസ്ഡ് ഇക്കോണമി ആയിരുന്നു 1991 മുന്നേ വരെ. അതിനുശേഷമാണ് ഈ ഒരു NEP, ന്യൂ എക്കണോമിക് പോളിസി വന്നതോട് കൂടിയിട്ടാണ് എന്ത് ചെയ്ത് ഓപ്പൺ അപ്പ് ആയത്. അതായത് പല രാജ്യങ്ങളിലേക്ക് അങ്ങോട്ട് പോകാനും, അതായത് അവിടെ ട്രേഡ് നടത്താനും, അവിടെ നിന്ന് ആൾക്കാർക്ക് ഇവിടെ ട്രേഡ് നടത്താനൊക്കെ വന്ന ഗ്ലോബലൈസേഷൻ. MNC ഒക്കെ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് കേട്ടോ. ട്രേഡ് ഓപ്പൺ ചെയ്തു, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റ് ചെയ്യുക, എക്സ്പോർട്ടുകൾ എൻകറേജ് ചെയ്യുക, പിന്നെ ഇൻക്രീസ് ഇൻ ഇക്വിറ്റി ലിമിറ്റ് ഇൻടു ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുക. പാർഷ്യൽ കൺവേർട്ടബിലിറ്റി എന്ത് ചെയ്യാം, അതായത് മാർക്കറ്റ് റേറ്റിൽ ഫോറിൻ എക്സ്ചേഞ്ച് വാങ്ങാനും വിൽക്കാനും പറ്റുക, അതാണ് പാർഷ്യൽ കൺവേർട്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഇൻക്രീസ് ഫോറിൻ ട്രേഡ് ആൻഡ് ടു പ്രൊമോട്ട് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്,
ടു ഷെയർ ഐഡിയാസ്, ഫുഡ്, ട്രഡീഷൻസ്, നോളജ് അല്ലേ. അതായത് നമ്മളിപ്പോൾ ക്ലോസ് ആയിട്ട് എക്കണോമി ഇട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ആ ഒരു ട്രഡീഷൻ, ആ ഒരു കൾച്ചർ കാര്യങ്ങൾ മാത്രമേ ഫോളോ ചെയ്തിരുന്നുള്ളൂ. ഓപ്പൺ അപ്പ് ആയപ്പോഴാണ് വെസ്റ്റേൺ കൾച്ചറും വെസ്റ്റേൺ ഫുഡുകളും ട്രഡീഷൻസും നോളജും ഒക്കെ അറിയാൻ തുടങ്ങിയത്. മോർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക, ടു അക്വയർ ന്യൂ ടെക്നോളജീസ് ആൻഡ് ഇന്നോവേഷൻസ് ആൻഡ് ടു പ്രൊമോട്ട് കൊളാബറേഷൻ among countries, global issues like climate change, health and security, to encourage private sector participation, to attract foreign direct investment. ഓക്കെ, അതായത് രാജ്യങ്ങൾ തമ്മിൽ അതിർത്തി വെച്ചിട്ട് ഒരുപാട് ഫോർമാലിറ്റീസും കാര്യങ്ങളും റെഗുലേഷൻസൊക്കെ ഉണ്ടായിരുന്നു, അതില്ലാതാക്കുക എന്നുള്ളതാണ് ഈ LPG കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇന്ത്യൻ ഇക്കോണമി ബിഫോർ ആൻഡ് ആഫ്റ്റർ LPG ആണ്. ബിഫോർ LPG ഹെവി ഗവൺമെൻറ് കൺട്രോൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. ലൈസൻസിങ് ആയിരുന്നു. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തന്നെ ഗവൺമെൻറ്റിന് ലൈസൻസ് വേണം. അത് ഹാർഡായിരുന്നു കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ലിമിറ്റഡ് കോമ്പറ്റീഷൻ ആയിരുന്നു. ഗവൺമെൻറ് ഓൺഡ് കമ്പനീസാണ്, കുറച്ചേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കോമ്പറ്റീഷൻ ലിമിറ്റഡ് ആയിരുന്നു. ഫോക്കസ് ഓൺ സെൽഫ് റിലയൻസിനാണ് ഫോക്കസ് ചെയ്തിരുന്നത്. ഇക്കണോമിക് ചാലഞ്ച് പറഞ്ഞാൽ സ്ലോ എക്കണോമിക് ഗ്രോത്ത് ആയിരുന്നു. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവായിരുന്നു. ഇൻഡസ്ട്രികളിലൊക്കെ ഇൻഎഫിഷ്യൻസിയാണ്, ഡെപ്റ്റ് ക്രൈസിസ് ഉണ്ടായിരുന്നു. ഇനി കോസ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് എന്നുള്ള കാരണം ഫിസിക്കൽ ഡെഫിസിറ്റ് കൂടി. ഈ ഫിസിക്കൽ ഡെഫിസിറ്റൊക്കെ ആഫ്റ്റർ LPGക്ക് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്തിട്ടുണ്ട്, കൺട്രോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ദെൻ ഫിസിക്കൽ ഡെഫിസിറ്റ്, ഇമ്പാക്റ്റ് ഓഫ് ക്രൂഡ് ഓയിൽ പ്രൈസ് ആൻഡ് ഗൾഫ് വാർ അല്ലേ, ഗൾഫ് യുദ്ധങ്ങൾ നടക്കുക, ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ്, ദെൻ ഇൻഫ്ലേഷൻ റേറ്റ് കൂടുക അല്ലെ, പണപ്പെരുപ്പം അത് കൂടുക, റൈസിങ് ഇൻറ്റേർണൽ ഡെപ്റ്റ് കൂടുക, ദെൻ ഡിപ്ലീറ്റഡ് ഫോറക്സ് റിസർവ് മതിയായ തരത്തിൽ കിട്ടാതിരിക്കുക, ആൻഡ് ക്യാപിറ്റൽ ഫ്ലൈറ്റ് അല്ലേ. അതായത് അവരുടെ ഇന്ത്യയിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യുക, വിഡ്രോ ചെയ്യാൻ തുടങ്ങി. നെക്സ്റ്റ് ഐസൊലേറ്റഡ് ഫ്രം ദ വേൾഡ്, ലോകത്തിൽ നിന്ന് ഒറ്റപ്പെടാൻ തുടങ്ങി, ഐസൊലേറ്റഡ് ആവാൻ തുടങ്ങി. ഗ്ലോബലി ഒരു എല്ലാ കാര്യങ്ങൾക്കും റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നത് കൊണ്ട്, ക്ലോസ്ഡ് ഇക്കോണമി ആയിരുന്നതുകൊണ്ട് ഇന്ത്യ ഒറ്റപ്പെടാൻ തുടങ്ങി. ഓക്കെ, അതിന് ഇന്ത്യൻ ഇക്കോണമി ആഫ്റ്റർ LPGക്ക് ശേഷം വൈബ്രൻറ്റ് ഇക്കോണമിയായി, അതായത് എനർജറ്റിക് ആയിട്ടുള്ള ഇക്കോണമി ആയിട്ട് മാറി. സ്റ്റിമുലൻ്റ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ അത് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്ത് എൻഹാൻസ് ചെയ്യാൻ തുടങ്ങി. ഫിസിക്കൽ ഡെഫിസിറ്റ് കൺട്രോൾ ചെയ്തു, ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്തു, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഇൻക്രീസ് ഉണ്ടായി, പ്രൈവറ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫ്ലോ അല്ലേ അത് കൂടി. ദെൻ റെക്കഗ്നിഷൻ ഓഫ് ഇന്ത്യ ആസ് എമേർജ് ഇക്കണോമിക് പവറായിട്ട് മാറി. അതായത് ഇന്ത്യയെ റെക്കഗ്നൈസ് ചെയ്ത് എമേർജ് ഇക്കണോമിക് പവർ എന്നുള്ള രൂപത്തിൽ മൊണോപ്പൊളി മാർക്കറ്റിൽ നിന്ന് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലേക്കൊരു ഷിഫ്റ്റ് ഉണ്ടായി. ഓക്കെ, ഇനി ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും LPGക്ക് പ്രതീക്ഷിക്കുന്ന അത്ര ഒരു റിസൾട്ട് ഉണ്ടായിട്ടില്ല. അതിനൊരു എന്തുണ്ടായിട്ട് നെഗറ്റീവ് ഇമ്പാക്റ്റും കൂടെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും നെഗറ്റീവ് ഇമ്പാക്റ്റും കൂടെ ഉണ്ടായിട്ടുണ്ട്. അതിൽ പറയുന്നത് നെഗ്ലെക്റ്റ് ഓഫ് അഗ്രികൾച്ചർ അല്ലേ. നമ്മുടെ എക്കണോമി 3 സെക്ടറായിട്ടുണ്ടല്ലേ, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി. പ്രൈമറി സെക്ടറിൽ നിന്ന് കിട്ടുന്ന ആ ഒരു GDPയിലേക്ക് പോകുന്ന ഓൾമോസ്റ്റ് ഇൻകവും കിട്ടിയിരുന്നത് അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നായിരുന്നു അല്ലേ. പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ സെക്ടറാണ്. അതിനെന്ത് ചെയ്യാൻ തുടങ്ങി, നെഗ്ലെക്റ്റ്, അതങ്ങ് പാടെ ഒഴിവാക്കി. പിന്നെ ഈ ഗ്രോത്ത് പ്രോസസ്സൊക്കെ അർബൻ ഏരിയയെ കോൺസെൻട്രേറ്റ് ചെയ്യുക, റൂറൽ ഏരിയയെ എന്ത് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ദെൻ എക്കണോമിക് കൊളോണിയലിസം അല്ലേ, അതായത് ഒരു 200 വർഷം അടുത്ത് ഒരു പൊളിറ്റിക്കൽ കൊളോണിയലിസം ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് റൂളിൽ അല്ലേ. അപ്പോൾ ഇത് വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങി, സഫർ ചെയ്യാൻ തുടങ്ങി. പിന്നെ കൺസ്യൂമറിസം സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ദെൻ ലോപ്സൈഡഡ് ഗ്രോത്ത് പ്രോസസ്സ്, തല കീഴായിട്ടുള്ള ഗ്രോത്ത് പ്രോസസ്സാണ് വരുന്നത്. അതായത് IT ഫോക്കസ്ഡ് ആയിട്ട് മാറി. ഓക്കെ, IT ഫോക്കസ്ഡ് ആയിട്ട് മാറി. ആദ്യം ഉണ്ടായിരുന്ന അഗ്രികൾച്ചർ സെക്ടറിനെ പാടെ ഒഴിവാക്കിക്കൊണ്ട്. ദെൻ ഗ്രോയിങ് എംപ്ലോയ്മെൻ്റ് അല്ല, ഗ്രോയിങ് അൺഎംപ്ലോയ്മെൻറ്റ്. ഓക്കെ, അൺഎംപ്ലോയ്മെൻറ്റ് കൂടാൻ തുടങ്ങി. ഓക്കെ, പിന്നെ പറയുന്നത് ലോ ലെവൽ ഓഫ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ലോ ലെവലായിട്ട് മാറി. പിന്നെ എൻവയൺമെൻറ്റൽ ഇഷ്യൂസ്, ഒരുപാട് പൊല്യൂഷൻസ്, നാച്ചുറൽ റിസോഴ്സിൻ്റെ ഡിപ്ലീഷന്, എൻവയൺമെൻറ്റൽ പ്രോബ്ലംസ്, ഇതൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഉണ്ടാവാൻ തുടങ്ങി. ഇതൊക്കെയാണ് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ LPG എന്നുള്ള ഭാഗത്ത് ഇത്രയേ ഉള്ളൂ. ഒരു എസ്സേക്ക് സാധ്യതയുള്ള ഏരിയയാണ് LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റുകളും ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. പിന്നെ LPG ബിഫോർ ആൻഡ് ആഫ്റ്ററും പഠിച്ചു വെക്കുക. ഓക്കെ, താങ്ക് യു.